മക്കളെ, അപ്പൊ നമ്മളുടെ ആസ് ടോൺ ആസ് വിൻഡ് അഥവാ കല്ലായി കാറ്റായി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ മിസ് പറഞ്ഞു തരട്ടെ. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു തരുന്നതോടെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് നല്ല ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് ഇതിന് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവുക, പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോൾ സിമ്പിളാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. ആൻഡ് മിസ്സിന് ഒരു കുഞ്ഞു ഹാർട്ട് തരുമോ? മിസ്സിന്റെ പേര് ശ്രുതി എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്നെ ശ്രുതി മിസ്ന്നോ മിസ്ന്നോ ഷ്രൂന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, അപ്പൊ അതാ നമ്മളിവിടെ നോക്കുകയാണ് മക്കളെ. നോക്കിയേ, ഇതാരാ? ഈ കാണുന്ന ആരാ? ഇതിന്റെ പേരാണ് ഐസ് അല്ലെ. നമ്മൾ ഇതിനെ ഐസ് എന്ന് വിളിക്കും. ഐസ്, ശരിയല്ലേ? ഐസ് എന്ന് വിളിക്കും. റെഡി? ഇതാരാ? ഈ കാണുന്ന ആരാ? ഇതാണ് നമ്മളുടെ ജലം അല്ലെ. ജലം അഥവാ വാട്ടർ. ജലം അഥവാ വാട്ടർ. ഇനി ഈ കാണുന്നത് ആരാ? നമ്മളെ നീരാവിയാണ് പോകുന്നത് അല്ലെ. നീരാവിയാണ് പോകുന്നത്. നീരാവി അഥവാ നമ്മൾ എന്ത് വിളിക്കാം? കുറച്ചും കൂടി അടിപൊളി പേരായിട്ട് ജലബാഷ്പം എന്ന് വിളിക്കാം. ജലബാഷ്പം അഥവാ വാട്ടർ വേപ്പർ എന്ന് വിളിക്കാം. അപ്പൊ ഇത് മൂന്നും ഒരാളാണെന്ന് മിസ് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? യെസ്, ഒരാളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാട്ടർ എന്ന് പറയുന്ന സംഭവം അഥവാ ജലം എന്ന് പറയുന്ന ആളെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അല്ലെ. ജലം എന്ന് പറയുന്ന ആളെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ എന്താണ്, ഡെയിലി വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ജലം അഥവാ വാട്ടർ എന്ന് പറയുന്നത്, വെള്ളം എന്ന് പറയുന്ന എന്ത് സ്റ്റേറ്റിലാണ്? അത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അല്ലെ. ഇതെന്താണ്? ഒരു ലിക്വിഡ് ആണ്. ലിക്വിഡ് അഥവാ ദ്രാവകമാണ്. ലിക്വിഡ് അഥവാ ദ്രാവകമാണ്. റെഡി? ഈ വെള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ചൂടാക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഈ വെള്ളത്തിനെ നമ്മൾ എന്താക്കി? ചൂടാക്കി അല്ലെങ്കിൽ എന്ത് ചെയ്തു? ഹീറ്റ് കൊടുത്തു. ഈ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താവും? നമ്മളിതാ ചായക്ക് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചാൽ എന്ത് ചെയ്യും? നീരാവി പോകുന്നുണ്ടല്ലേ. അപ്പൊ അവിടെ വെള്ളം എന്തായി പോവാണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവാണ്. ദ്രാവകമായിരുന്ന ജലം എന്ത് ചെയ്യാണ്? ബാഷ്പമായിട്ട് മാറാണ്. സംഭവം ഒരാളെന്നെ, ഷേപ്പ് ഒന്ന് മാറിയെന്നേ ഉള്ളൂ. ഓക്കെ, എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും അല്ലെ. ഗ്യാസ് ആയിട്ട് മാറും. റെഡി? ഇതെന്ത് സ്റ്റേറ്റ് ആണ്? ഗ്യാസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. അഥവാ നമ്മൾ എന്ത് വിളിക്കും? വാതകം എന്ന് വിളിക്കും. വാതകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. വാതകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അതേ ആളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ചൂടാക്കല്ല, നമ്മള് കോൾഡ് ആക്കാണ്. അഥവാ നമ്മൾ എന്ത് ചെയ്തു? തണുപ്പിച്ചു. ഓക്കെ, നല്ല പോലെ തണുപ്പിച്ചു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഇങ്ങനെ കട്ടയായിട്ടുള്ള നമ്മളുടെ ഐസ് ക്യൂബുകളായിട്ട് മാറും അല്ലെ. ഇത് എന്താണ്? ഖരാവസ്ഥയാണ്. ഇത് ഖരം അഥവാ സോളിഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. ഖരാവസ്ഥ അഥവാ സോളിഡ് സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പറയാം. അപ്പൊ വെള്ളത്തിന് 3 സ്റ്റേറ്റുകളുണ്ട് അഥവാ 3 അവസ്ഥകളുണ്ട്. ഓക്കെ, ആ 3 അവസ്ഥകൾ ഏതാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മുടെ വെള്ളത്തിന് അഥവാ ജലത്തിനെ നമ്മൾ കുടിക്കുന്ന രീതിയിൽ ഇരിക്കുന്ന ജലത്തിന് നമ്മൾ എന്താ വിളിക്കുക? അത് ലിക്വിഡ് എന്നാ പറയാ. അപ്പൊ എന്താണ് ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെങ്കിൽ ഖരം, ദ്രാവകം, അതേപോലെ വാതകം? ഇത് 3 തമ്മിലുള്ള വ്യത്യാസം എന്നറിയോ? അതായത് നിങ്ങൾ ഇവിടെ നോക്കിയേ, ഈ ഐസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? സോളിഡ് ആണ്. ഖരം എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ട്? ഒരു ഷേപ്പ് ഉണ്ട്, അതിൻ്റെതായ ഒരു ആകൃതി ഉണ്ട്, അതിന്റെ വെയിറ്റ് ഒക്കെ കണക്കാണ് അല്ലെ. അതിനൊരു ആകൃതി ഉണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ അതിന്റെ ഷേപ്പിൽ പിടിച്ചു നോക്കാൻ വേണ്ടി നമുക്ക് പറ്റും അല്ലെ. അതിന് അതിൻ്റെതായ ഒരു ഷേപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണ് ഇഷ്ടിക, അതേപോലെ വുഡ്, മരം, അതേപോലെ നമ്മളുടെ ഗോൾഡ്, ഇതിനൊക്കെ എന്തുണ്ട്? അതിൻ്റെതായ ഷേപ്പ് ഉണ്ട്, അതിൻ്റെതായ ഫിക്സഡ് വെയിറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോളിഡ് അഥവാ ഖര അവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാരെന്ന് പറയാം. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ ജലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജലം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ്, ദ്രാവകമാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഏത് പാത്രത്തിലാണോ കൊണ്ടിടുന്നത് അതിനനുസരിച്ചുള്ള ഷേപ്പ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഇല്ല അല്ലെ. അതേപോലെ ഇവർക്ക് ഒഴുകാൻ പറ്റും. സോളിഡിന് ഒഴുകാൻ പറ്റുമോ? ഖരത്തിന് ഒഴുകാൻ പറ്റുമോ? ഇല്ല. നേരെ മറിച്ച് ലിക്വിഡ് എന്ന് പറയുമ്പോൾ ദ്രാവകമാണെങ്കിൽ അതിന് ഒഴുകാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവര് ഏത് പാത്രത്തിലാണോ നമ്മൾ ഒഴിക്കുന്നത്, ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ അതിനെ ഒഴിക്കുന്നത്, അതിന്റെ ഷേപ്പാണ് ഇവരുടെ ഷേപ്പ്. ഓക്കെ, ഈ പാത്രത്തിൽ ഒഴിച്ചപ്പോൾ ഈ ഷേപ്പിലായി, ഈ പാത്രത്തിൽ ഒഴിച്ചപ്പോൾ ഈ ഷേപ്പിലായി, ഇതിലൊഴിച്ചപ്പോൾ ഈ ഷേപ്പിലായി. അങ്ങനെ ഏത് പാത്രത്തിലാണോ അവരുള്ളത് ആ ഷേപ്പിലാണ് എന്തുണ്ടാവുക? അവരുണ്ടാവുക. ഇനി ഗ്യാസ് ആണെങ്കിലോ
അത് അതിന്റെ തോന്നിയതിന് പോകും അല്ലേ. നമ്മുടെ വായു എന്താ? വായു ഒരു ഗ്യാസ് അല്ലേ? യെസ്, വായു എന്താണ്? നമ്മളെ അന്തരീക്ഷ വായു നമ്മൾ എടുക്കുന്ന ഓക്സിജൻ അല്ലെ, ഇതെന്താണ്? അതൊരു ഗ്യാസ് ആണ് അല്ലെ. ഓക്സിജൻ ഒരു ഗ്യാസ് ആണ്. നമ്മൾ ബലൂണിനുള്ളിൽ നിറയ്ക്കുന്ന ഹീലിയം ഒരു ഗ്യാസ് ആണ്. അങ്ങനെ അതൊക്കെ എന്താണ്? ഗ്യാസ് ആണ്. റെഡി? അഥവാ വാതകമാണ്. അപ്പോൾ കിട്ടിയോ? നമ്മളെ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന അഥവാ നമ്മളുടെ 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ, SLG. എന്താണ്? ഖരം, ദ്രാവകം, വാതകം. ഓക്കെ, ഖരം, ദ്രാവകം, വാതകം. റെഡി? ഖ, ദ്ര, വ. ഓക്കെ, റെഡി? ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ഏതാണ് നമ്മളുടെ വെള്ളത്തിന്റെ 3 അവസ്ഥകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ദാ മിസ് ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടതല്ലേ. അപ്പൊ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ജലത്തിന്റെ വാതക അവസ്ഥേനെ എന്ത് പേരാ വിളിക്കുക എന്നുള്ളത് ഒന്നെന്റെ കുട്ടികൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. മിസ് നോക്കാം എത്ര പേരാണ് ശരി ഉത്തരം തരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലെ ഇനി എന്ത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൂടി ഒന്ന് താഴെ കമന്റ് ചെയ്യുക.